നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 6-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 22-ാം തീയതി ഞായറാഴ്ച. ഇന്ന് വിശാഖം നക്ഷത്രമാണ്, അവധി ദിവസമാണ്. വിശാഖം നക്ഷത്രം നല്ല നക്ഷത്രമാണ് വിശാഖം. അതുപോലെ നല്ലൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചയാണ് നല്ല ദിവസമായി വരേണ്ടത്. കാരണം നമ്മളുടെ ഒരാഴ്ചത്തെ ഓട്ടമെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ സ്വസ്ഥമായിട്ട് കുടുംബസമേതം, കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. അവിടെ കുടുംബം ഇമ്പം ഇല്ലെങ്കിൽ പിന്നെ കുടുംബത്തിനകത്ത് നമ്മൾ ഒരു ദിവസം വന്ന് നിൽക്കുന്നതിൽ അർത്ഥമില്ലാതെയാവും. അപ്പം അന്ന് സന്തോഷത്തോടു കൂടി കുടുംബസമേതം നിന്ന് നമുക്ക് ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എനർജി ഉണ്ടാക്കിയെടുക്കുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച. സൂര്യൻ്റെ ദിവസം, അത് സൺഡേ എന്നാണ് പറയുന്നത്, സൂര്യൻ്റെ ദിവസം. അപ്പോൾ സൂര്യകിരണങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗിരണം ചെയ്ത് സൂര്യൻ്റെ ദിവസം നമ്മളെ എനർജി ശേഖരിച്ചുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് ഓട്ടം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ദിവസം നല്ല ദിവസം അല്ലെങ്കിൽ എന്തു ചെയ്യും, നമുക്ക് അന്ന് സന്തോഷം കിട്ടത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീട്ടിനകത്ത് വഴക്കും പ്രശ്നങ്ങളും അസ്വസ്ഥതയും, അപ്പോൾ കുടുംബം ഇമ്പം ഇല്ലാതെയാവും. അപ്പോൾ നല്ല എനർജി കിട്ടേണ്ടടുത്ത് പിന്നെ അന്ന് തന്നെ എനർജി ഇല്ലാതെയാവും. പിറ്റേ ദിവസം ആ എനർജി ഇല്ലാതെ തന്നെ ഓട്ടം തുടങ്ങേണ്ടിയും വരും. അപ്പം അന്ന് നിങ്ങൾക്കിതാ നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. എന്ത് ശുഭകാര്യത്തിനും ഇറങ്ങാം. ഓരോ കുടുംബസമേതം തന്നെ പുറത്തൊക്കെ പോയി ഔട്ടിങ്ങിനൊക്കെ പോയി അല്ലെങ്കിൽ പർച്ചേസൊക്കെ ചെയ്ത് സന്തോഷത്തോടെ വരാവുന്ന ഒരു ദിവസം തന്നെയാണ്. അതുപോലെ മിഥുന മാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും നമ്മളിലേക്ക് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന ആളാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു വർഷത്ത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രകാശിക്കും. അപ്പോൾ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കിട്ടും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗക്കയറ്റം കിട്ടും, അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും. വളരെ നമുക്ക് ഓരോ മേഖലയിലും ശോഭിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഇറങ്ങണം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും, അതിന് സംശയം വേണ്ട. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും ആളുകൾ പുറത്തിറങ്ങുക. അതുവരെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഷോപ്പിങ്ങിനോ അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങും. ആ ഇറങ്ങുന്ന സമയം നമുക്ക് രാവുകാലം നോക്കി ഇറങ്ങണം. കാരണം രാവുകാലം വരുന്നത് വൈകുന്നേരമാണ്. ശരിക്കും 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 4:30-നല്ല 5 മണി 12 മിനിറ്റിന് രാവുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ 5 മണി 12 മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ 6 മണി 46 മിനിറ്റിന് ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അല്ലാതെ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാവുകാലം നോക്കി ഇറങ്ങരുത്. ഇന്നും ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 4 മണി 38 മിനിറ്റ് തൊട്ട് 3 മണി 38 മിനിറ്റ് തൊട്ട് 5 മണി 12 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:29 തൊട്ട് 2 മണി 4 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:05 തൊട്ട് 12:53 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ചാൽ 44 മിനിറ്റും അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്കെടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ വസ്ത്രത്തിൽ ശ്രദ്ധിക്കുക. ശരിക്കും താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ ചുടുകളിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രത്തിൽ ആ കളറും കൂടി ഉൾപ്പെടുത്തി ഇടുന്നത്
നമുക്ക് സൂര്യൻ്റെ തേജസ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സൂര്യഭഗവാന്റെ കൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.